ഹലോ, ഇന്ന് നമ്മുടെ കൊട്ടിയൂർ തീർത്ഥയാത്രയുടെ ഡേ 2 വീഡിയോ ആണ്. ഡേ 1 വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിരുന്നു, നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു. എല്ലാവർക്കും നന്ദി. അപ്പോൾ ഡേ 2 വീഡിയോ എന്നത്തേക്ക് സ്റ്റാർട്ട് ചെയ്യും, എന്നത്തേക്ക് വരും എന്നൊക്കെ ഉള്ള ഒരുപാട് പേര് ചോദിച്ചിരുന്നു. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്ന് കൊട്ടിയൂർ ഡേ 2-ൽ നമ്മൾ ഏതൊക്കെ ക്ഷേത്രങ്ങൾ പോയി, അതിൻ്റെ കഥകൾ എന്തൊക്കെയാണ്, പോയതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കാണാം. അങ്ങനെ നമ്മുടെ ഡേ 2 സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ തലേദിവസം രാത്രി എൻ്റെ ഒരു കസിൻ രശ്മി ചേച്ചിയുടെ ഹസ്ബൻഡ് അരവിന്ദൻ്റെ വീട്ടിലായിരുന്നു, തളിപ്പറമ്പിൽ, കണ്ണൂരായിരുന്നു നമ്മൾ സ്റ്റേ ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ വീഡിയോയിൽ പറയാൻ വിട്ടുപോയി. അപ്പോൾ അരവിന്ദേട്ടൻ ഉണ്ടായിരുന്നില്ല. അരവിന്ദേട്ടൻ്റെ അനിയൻ ശ്രീകാന്തേട്ടനായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ശരിക്കും പറയണം ഗൈസ്, 49 പേരാണ് ഞങ്ങൾ ട്രിപ്പിലുണ്ടായിരുന്നത്. ഈ 49 പേർക്കും വളരെ സുഖമായിട്ട് ഉറങ്ങാനുള്ള എല്ലാ സൗകര്യങ്ങളും ആ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അത്രയും സെറ്റ് ചെയ്ത് തരുന്ന അരവിന്ദേട്ടനും ശ്രീകാന്തേട്ടനും ഒക്കെ വളരെ നന്ദിയുണ്ട്. സൂപ്പറായിട്ട് ഉറങ്ങാൻ പറ്റി. ശരിക്കും അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നില്ല. എന്നുവെച്ചാൽ നമ്മളൊരു ട്രിപ്പൊക്കെ പോകുമ്പോൾ നമ്മൾ അത്രയും പെർഫെക്റ്റായിട്ട് ഉറങ്ങാൻ പറ്റും, ഉറക്കമൊക്കെ ശരിയാവും, അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കാൻ പാടില്ല. പക്ഷേ ഇത് പറയാതിരിക്കാൻ പറ്റില്ല. നല്ല സുഖമായിട്ട് ഉറങ്ങാൻ പറ്റി. എനിക്ക് പേഴ്സണലി നല്ല സുഖമായിട്ട് ഉറങ്ങാൻ പറ്റി. ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ആവശ്യത്തിന് സ്പേസും കാര്യങ്ങളും ഫുഡും എല്ലാം കൊണ്ടും ഓക്കെ ആയിരുന്നു. പെർഫെക്റ്റ് ആയിരുന്നു ആ ഒരു സംഭവം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വളരെ നന്ദി അവരോട് പറയാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ സൂപ്പറായിട്ടുള്ള ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് നമ്മൾ തളിപ്പറമ്പിലാണ് സ്റ്റേ ചെയ്തത്. അത് കാരണം നമ്മളെങ്ങോട്ടായിരിക്കും ആദ്യത്തെ ഡെസ്റ്റിനേഷൻ ഉണ്ടാവുക? തളിപ്പറമ്പ് ശ്രീ രാജരാജേശ്വര ക്ഷേത്രത്തിലേക്കാണ് നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ. നമ്മൾ ആദ്യം പോയത് അങ്ങോട്ടേക്കാണ്. അങ്ങനെ നമ്മൾ രാജരാജേശ്വര ക്ഷേത്രത്തിലെത്തി. അവിടെ എത്തുമ്പോൾ നമുക്ക് ആദ്യം കാണാൻ കഴിയുന്ന അവിടുത്തെ രാജഗോപുരമാണ്. രാജഗോപുരത്തിന് പിന്നിലൊരു കഥയുണ്ട്. ടിപ്പു സുൽത്താൻ്റെ പടയോട്ട കാലത്ത് അദ്ദേഹം നിരവധി അമ്പലങ്ങൾ നശിപ്പിക്കുകയുണ്ടായി. ആ അമ്പലങ്ങളിൽ പ്രശസ്തമായ 2 അമ്പലങ്ങളാണ് അദ്ദേഹം ഒട്ടേറെ ഇതായിട്ട് നശിപ്പിച്ചത്. അതിൽ ആ 2 ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ രാജരാജേശ്വര ക്ഷേത്രം, മറ്റത് തൃശ്ശൂർ പെരുവനം ക്ഷേത്രം എന്നാണ് പറയുന്നത്. അപ്പോൾ പണ്ട് ഈ കാണുന്ന രാജഗോപുരം 7 നില ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ ഭയങ്കര ഭംഗിയാണ്. അത് 7 നിലയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്തായിരിക്കും എന്ന് എനിക്കറിയില്ല. പക്ഷെ ഭയങ്കര ഭംഗിയാണ് അത് കാണാൻ. കയറി ചെല്ലുമ്പോഴേ ആ ഒരു ആംബിയൻസ് സൂപ്പറാണ്. പ്രത്യേകിച്ച് ക്ഷേത്രങ്ങളിൽ ചെല്ലുമ്പോൾ ഉള്ളൊരു ആംബിയൻസ് പറയേണ്ട, ഒരു പോസിറ്റീവ് എനർജിയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടി ഒരു രസമായിരുന്നു. പിന്നെ അവിടെ സ്ത്രീകൾക്ക് പ്രവേശനമില്ല. അത്താഴപൂജയ്ക്ക് ശേഷം മാത്രമേ സ്ത്രീകൾക്ക് പ്രവേശനമുള്ളൂ. പിന്നെ സ്ത്രീകൾക്ക് പ്രവേശനമുള്ള ശിവരാത്രി ദിവസമാണ്. അല്ലാത്ത ദിവസം സ്ത്രീകൾക്ക് അവിടെ പ്രവേശനമില്ല. നമ്മൾ പോയപ്പോഴും ആണുങ്ങൾ മാത്രമാണ് അകത്ത് കയറി തൊഴുതത്. സ്ത്രീകളെല്ലാവരും പുറത്തുനിന്ന് തൊഴുത് പോകുന്നതേ ഉള്ളൂ. ഇനി ഈ ക്ഷേത്രത്തിലെ കുറച്ച് പ്രത്യേകതകൾ എന്താണെന്ന് അറിയാം. ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ശിവനാണ്. എന്നാൽ പോലും ശിവൻ്റേതായിട്ടുള്ള വഴിപാടുകളോ അല്ലെങ്കിൽ ധാരയോ രുദ്രാഭിഷേകമോ പ്രദോഷവ്രതമോ ഒന്നിനും ഇവിടെ യാതൊരു പ്രാധാന്യവും ഇല്ല. ബുധനാഴ്ച ദിവസങ്ങൾക്കാണ് ഇവിടെ കൂടുതൽ പ്രാധാന്യം നൽകി വരുന്നത്. പിന്നെ ചെറുകുന്നിൽ അന്നപൂർണേശ്വരിയും മാടായിക്കാവിലമ്മയുടെയും സാന്നിധ്യം ഇവിടെ ഉണ്ടെന്ന് പറയപ്പെടുന്നു. ദക്ഷയാഗത്തിൽ സതീദേവിയുടെ സ്വയം ദഹനത്തിനും മഹാദേവന്റെ താണ്ഡവ നൃത്തത്തിനും ശേഷം സതീദേവിയുടെ തല വന്ന് വീണ സ്ഥലമാണ് ഈ ക്ഷേത്രം എന്ന് പറയപ്പെടുന്നുണ്ട്. അതുമാത്രമല്ല, ഈ ക്ഷേത്രത്തിലെ ശിവലിംഗത്തിന് 1000-ലേറെ വർഷം പഴക്കമുണ്ടെന്നും വിശ്വസിച്ചു വരുന്നു. ഇനി ഇവിടുത്തെ ഐതിഹ്യം എന്താണെന്നറിയാം. പണ്ട് മാന്താതാവ് എന്നൊരു മഹർഷിക്ക് മഹാദേവൻ പ്രത്യക്ഷപ്പെട്ട് ഒരു ശിവലിംഗം കൊടുക്കുകയും ശ്മശാനങ്ങളില്ലാത്ത ഒരു സ്ഥലത്ത് ഇത് പ്രതിഷ്ഠിച്ച് പൂജിച്ചു വരുവാൻ അദ്ദേഹത്തോട് നിർദ്ദേശിക്കുകയും ചെയ്തു എന്ന് പറയപ്പെടുന്നു. അദ്ദേഹം അതുപോലെ ചെയ്തുവെങ്കിലും പിന്നീട് അത് അപ്രത്യക്ഷമാവുകയും തുടർന്ന് മുജുകുന്ദൻ എന്നൊരാൾക്ക് പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹം 2ാമത്തെ ശിവലിംഗം കൊടുക്കുകയും കാലക്രമേണ അതും അപ്രത്യക്ഷമായി എന്നാണ് പറയപ്പെടുന്നത്. പിന്നീട് 3ാമത്തെ ശിവലിംഗം മൂഷക വംശജനായ ശതസൗമൻ രാജാവിന് ലഭിക്കുകയും അദ്ദേഹം ഈ ശിവലിംഗം മഹാദേവൻ പറഞ്ഞതനുസരിച്ച് പൂജിച്ച് പരിപാലിക്കുകയും ചെയ്തു എന്നൊരു കഥയുമുണ്ട്. രാജരാജേശ്വര ക്ഷേത്രത്തിന് ശ്രീരാമനുമായി ബന്ധമുണ്ട്. എന്തെന്നാൽ ലങ്കയിൽ രാവണ നിഗ്രഹം കഴിഞ്ഞ് സീതാദേവിയുമൊത്ത് തിരികെ വരുന്ന വഴി അദ്ദേഹം ഇവിടെ വരികയും രാജരാജേശ്വരനെ പൂജകൾ അർപ്പിച്ച് വണങ്ങുകയും ചെയ്തു എന്നൊരു കഥയും ഇതിനു പിന്നിലുണ്ട്. അതിനുശേഷം നമ്മൾ അടുത്ത ക്ഷേത്രത്തിലെത്തി. കാഞ്ഞിരങ്ങാട് ശ്രീ വൈദ്യനാഥ ക്ഷേത്രം. കേരളത്തിലെ ഏക വൈദ്യനാഥ ക്ഷേത്രമാണ് ഇത്. വൈദ്യനാഥൻ്റെ രൂപത്തിലാണ് പരമശിവനെ ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്.
രോഗമുക്തിക്കായി പ്രാർത്ഥിക്കുവാൻ ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടെ വരുന്നത്. എല്ലാ രോഗങ്ങളും ശമിപ്പിക്കുന്ന ദൈവമാണ് ശ്രീ വൈദ്യനാഥൻ. സ്ത്രീകൾ പൊതുവെ കുട്ടികളുടെ ക്ഷേമത്തിനായി തൊഴുതു വരുന്ന 3 അമ്പലങ്ങളിൽ ഒന്നാണിത്. മറ്റുള്ളവ ശ്രീ രാജരാജേശ്വര ക്ഷേത്രവും അതുപോലെ തൃച്ചംബരത്തെ ശ്രീകൃഷ്ണ ക്ഷേത്രവുമാണ്. രാജരാജേശ്വരൻ കുഞ്ഞിന് പ്രതാപവും തൃച്ചംബരത്തപ്പൻ സ്വഭാവ ഗുണവും വൈദ്യനാഥൻ ആയുരാരോഗ്യ സൗഖ്യവും നൽകും എന്നാണ് വിശ്വസിച്ചു വരുന്നത്. ഈ ക്ഷേത്രത്തിന് പിന്നിലെ ചരിത്രം എന്തെന്നാൽ, പണ്ട് തളിപ്പറമ്പിന് മുൻവശമുള്ള ഒരു കൊടുങ്കാട്ടിൽ കാരസ്കരൻ എന്നു പേരുള്ള ഒരു അസുരൻ താമസിച്ചിരുന്നു. ഭസ്മാസുരന്റെ പുത്രനായ അയാളുടെ ശല്യം സഹിക്കാനാവാതെ പരശുരാമൻ ഈ കാടിനുള്ളിൽ പ്രവേശിക്കുകയും അയാളെ നിഗ്രഹിക്കുകയും ചെയ്തു. പിന്നീട് കാട്ടിലൂടെ നടക്കുമ്പോൾ അദ്ദേഹം ഒരു ശിവലിംഗം കാണാനിടയായി. അദ്ദേഹം അതവിടെ പൂജിച്ചു വന്നു. ആ സമയം നാരദർ അവിടെ എത്തുകയും നാരദർ ഈ ശിവലിംഗം ഉത്ഭവിച്ച കഥ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുകയുണ്ടായി. പണ്ട് സൂര്യബിംബത്തിന് വിഷബാധ ഏൽക്കുകയും അതിൻ്റെ തേജസ് മങ്ങിപ്പോവുകയും ചെയ്തു. ഇതിന് പരിഹാരം എന്ത് എന്ന് ചിന്തിച്ചിരുന്ന സൂര്യന് മുന്നിൽ ഗരുഡനെത്തി ഒരു ഉപായം പറഞ്ഞു കൊടുത്തു. അതായത്, പാലാഴി മദന സമയത്ത് വാസുകി ഛർദ്ദിച്ച വിഷം ലോകരക്ഷാർത്ഥം ശിവൻ കുടിക്കുകയും അതിൽ നിന്ന് മുക്തനാവാനായി ഒരു ആത്മലിംഗം സ്വയം നിർമ്മിക്കുകയും പിന്നെ സീതാദേവിയോടൊപ്പം അത് പൂജിച്ച് രോഗമുക്തനാവുകയും ചെയ്തു എന്നാണ് പറഞ്ഞത്. അതിനാൽ ആ ആത്മലിംഗം, വൈദ്യനാഥൻ്റെ ലിംഗം ശിവനിൽ നിന്ന് നേടിയാൽ തനിക്കും രോഗമുക്തി ഉണ്ടാകും എന്ന് ഗരുഡൻ സൂര്യനോട് നിർദ്ദേശിച്ചു. അതനുസരിച്ച് സൂര്യൻ ശിവനെ ധ്യാനിക്കുകയും ലിംഗം നേടുകയും ചെയ്തു. പിന്നീട് തളിപ്പറമ്പിനടുത്ത് തന്നെ പ്രതിഷ്ഠിച്ച് അദ്ദേഹം പൂജിച്ച് രോഗമുക്തി നേടി. ആ മഹാലിംഗമാണ് പരശുരാമൻ കണ്ടത്. പിന്നീട് നാരദർ അതിനെ ഒരു ക്ഷേത്രം പണിത് പ്രതിഷ്ഠിക്കുക എന്ന് നിർദ്ദേശിച്ച് നാരദർ അവിടെ നിന്ന് പോയി. അതനുസരിച്ച് പരശുരാമൻ അവിടെ ഒരു ക്ഷേത്രം പണിത് ആ മഹാലിംഗത്തെ അവിടെ വെച്ച് പൂജിച്ചു വന്നു എന്നാണ് പറയപ്പെടുന്നത്. അതാണ് ഇന്നത്തെ വൈദ്യനാഥ ക്ഷേത്രം എന്ന് വിശ്വസിക്കുന്നു. പിന്നീട് ഈ ക്ഷേത്രത്തിലൊരു പ്രത്യേകത എന്തെന്നാൽ, ഈ ക്ഷേത്രത്തിന് മുന്നിലായി ഒരു കാഞ്ഞിര മരം നിൽപ്പുണ്ട്. സാധാരണയായി കാഞ്ഞിരത്തിന് കയ്പാണ്. എന്നാൽ ഈ കാഞ്ഞിര മരത്തിലെ ഇലയ്ക്ക് കയ്പ് ഇല്ല എന്നാണ് പറയപ്പെടുന്നത്. പിന്നീട് നമ്മൾ യാത്ര തിരിച്ചത് തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലേക്കാണ്. ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ കംസവധത്തിന് ശേഷമുള്ള കൃഷ്ണനാണ്. അതിനാൽ രൗദ്രഭാവത്തിലാണ് പ്രതിഷ്ഠ. ഗുരുവായൂരിലെ കൃഷ്ണൻ്റെ വിഗ്രഹത്തേക്കാൾ അല്പം ഉയരം കൂടുതലാണ് ഇവിടുത്തെ വിഗ്രഹത്തിന്. പിന്നെ നിർമാല്യം തൊഴൽ ശുഭകരമല്ലാത്ത ഒരേ ഒരു ക്ഷേത്രമാണ് തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രം. കംസവധത്തിന് ശേഷമുള്ള രൗദ്രഭാവത്തിലുള്ള കൃഷ്ണനായതിനാൽ ഇവിടെ നട തുറക്കുന്നതിന് മുന്നേ തന്നെ തിടപ്പള്ളി തുറന്ന് നിവേദ്യം തയ്യാറാക്കുന്നു. നിവേദ്യവുമായാണ് മേൽശാന്തി നട തുറക്കുന്നത്. അഭിഷേകം കഴിഞ്ഞാൽ ഉടൻ തന്നെ നിവേദ്യം നടത്തണം. തൃച്ചംബരം ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ, ഇവിടെ ഉത്സവത്തിന് എഴുന്നള്ളിപ്പിന് ആനകളെ കയറ്റാറില്ല എന്നുള്ളതാണ്. ഈ ക്ഷേത്രത്തിന് പിന്നിലെ ചരിത്രം എന്തെന്നാൽ, ശ്രീ ശംബര മഹർഷി ഭഗവത് വിലാസങ്ങൾ കാണാനായിട്ട് ഇവിടെ ഈ സ്ഥലത്ത് തപസ്സിരുന്നുവെന്നും പണ്ടിത് വനഭൂമിയായിരുന്നു, അവിടെ തപസ്സനുഷ്ഠിക്കുകയും അതിൻ്റെ ഓർമ്മയ്ക്കായി തിരുശംബര എന്ന ഈ സ്ഥലത്തിൻ്റെ പേര് മാറുകയും പിന്നീട് അത് തൃച്ചംബരമായി മാറുകയും ചെയ്തു എന്നാണ് പറയുന്നത്. ഈ ക്ഷേത്രത്തിന് മുന്നിലായി ഒരു ഇലഞ്ഞി മരമുണ്ട്. അതൊരിക്കലും കായ്ക്കാറില്ല എന്നാണ് പറയപ്പെടുന്നത്. എന്തെന്നാൽ പണ്ട് ഒരു ഭക്തൻ ഈ ഇലഞ്ഞി മരത്തിന് ചുവട്ടിലിരുന്ന് ധ്യാനിക്കുകയായിരുന്നു. അപ്പോൾ ആ മരത്തിൽ നിന്ന് ഒരു ഇലഞ്ഞിക്കായ് തലയിൽ വീഴുകയും ധ്യാനം മുടങ്ങുകയും ചെയ്തു. അതിൽ കോപിഷ്ഠനായ കൃഷ്ണൻ ആ മരത്തെ ഒരിക്കലും കായ്ക്കാതെ പോട്ടെ എന്ന് ശപിക്കുകയും ചെയ്യുകയുണ്ടായി എന്നാണ് പറയപ്പെടുന്നത്. പിന്നീട് ആ ഇലഞ്ഞിമരം ഒരിക്കലും കായ്ച്ചിട്ടില്ല എന്ന് പറയപ്പെടുന്നു. പിന്നീട് നമ്മൾ മാടായിക്കാവിലേക്ക് പുറപ്പെട്ടു. എന്നാൽ അതിശക്തമായ മഴയും അതുപോലെ ബസ്സിന് ക്ഷേത്രത്തിനടുത്തേക്ക് പോകാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ടും ഏറെ ദൂരം നടക്കണം എന്നുള്ളതുകൊണ്ടും നമുക്ക് ആ ഒരു ക്ഷേത്രത്തിൽ സന്ദർശിക്കാൻ കഴിഞ്ഞില്ല. പിന്നീട് നമ്മൾ പോയത് ചെറുകുന്ന് ശ്രീ അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലേക്കാണ്. കേരളത്തിൽ കണ്ണൂർ ജില്ലയിലെ ചെറുകുന്ന് എന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പ്രധാന പ്രതിഷ്ഠ ശ്രീകൃഷ്ണനാണെങ്കിലും പ്രാധാന്യം സമൃദ്ധിയുടെയും പോഷണത്തിൻ്റെയും ശ്രീ പാർവതിയുടെ ഭാവവേദവുമായ അന്നപൂർണേശ്വരി ദേവിക്കാണ്. സ്ഥലത്തെ ഐതിഹ്യങ്ങളനുസരിച്ച്
പരശുരാമനാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത് എന്നും പറയപ്പെടുന്നു. ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രം എന്ന് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്നത് ചെറുകുന്നിലമ്മേ ഒരുകുന്ന് ചോറ് എന്നാണ്. അതായത് പണ്ട് മുത്തശ്ശിമാർ കലത്തിൽ ചോറ് വയ്ക്കുമ്പോൾ ഈ ഒരു കാര്യം പറഞ്ഞിട്ട് ചെറുകുന്നിലമ്മേ ഒരുകുന്ന് ചോറ് എന്ന് പറഞ്ഞിട്ട് വെക്കുമ്പോൾ കലം നിറയെ ചോറ് കിട്ടും എന്നൊരു വിശ്വാസം അവർക്കുണ്ടായിരുന്നു. ഈ ക്ഷേത്രത്തിൽ 2 നേരം പ്രസാദൂട്ടുണ്ട്. അതുമാത്രമല്ല, ഈ ഒരു ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് എന്ന് പറയുന്നതും അന്നദാനം തന്നെയാണ്. ഈ ഒരു അന്നപൂർണേശ്വരി ദേവി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അന്നം മുട്ടിക്കാതെ നമുക്ക് അന്നം തരുന്ന ദേവിയാണ് അന്നപൂർണേശ്വരി ദേവി. അതുകൊണ്ട് തന്നെ ആരും വിശന്നിരിക്കാൻ പാടില്ല എന്നൊരു ഒറ്റ കാര്യം മാത്രമേ ദേവിക്ക് നോക്കേണ്ടതുള്ളൂ. ആ ഒരു ക്ഷേത്ര പരിസരത്ത് ആര് തന്നെ വിശന്നു പോയാലും ദേവി ചെന്ന് അവരെ വിളിച്ച് വരുത്തി പ്രസാദൂട്ട് കൊടുക്കും എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. നമ്മളവിടെ ചെന്നപ്പോഴും നമ്മൾ പ്രസാദൂട്ട് കഴിച്ചിരുന്നു. പിന്നീട് ആ ഒരു ക്ഷേത്രത്തിൽ ഉള്ളൊരു പ്രത്യേക ഒരു ആചാരം എന്തെന്നാൽ, പണ്ട് ദേവി തന്നെയാണ് അവിടുത്തെ ഭക്ഷണം പാചകം ചെയ്യുന്നതും അത് വിളമ്പുന്നതും എന്ന് പറയപ്പെടുന്നു. ദേവി പാചകം ചെയ്യുന്ന സമയത്ത് ഇല വെട്ടാനായിട്ട് ഇലക്കൽ കോമൻ എന്ന ആളെ ഇല വെട്ടാനായിട്ട് പറഞ്ഞു വിട്ടു. അദ്ദേഹം ഒരു വീട്ടിൽ പോയിട്ട് ഇല വെട്ടുന്ന സമയത്ത് അദ്ദേഹത്തെ തടയുകയും അദ്ദേഹത്തിന് തല വെട്ടി എന്നൊരു കഥയും പറയുന്നുണ്ട്. അപ്പോൾ പാചകം ചെയ്ത് കഴിഞ്ഞ് ഭക്ഷണം വിളമ്പാറായപ്പോൾ ഇല കിട്ടാണ്ട് വന്നപ്പോൾ ദേവി അമ്പലത്തിന് പുറത്തേക്ക് ഇറങ്ങി വന്ന് ഇലക്കൽ കോമ എന്ന് ഉറക്കെ വിളിച്ചപ്പോൾ തല വെട്ടിക്കിടന്നിട്ടും ശരീരം മാത്രമായിട്ട് ഇലയുമായി വന്ന് ഇല ദേവിക്ക് കൊടുത്തു എന്നും ഒരു വിശ്വാസം, ഒരു ചരിത്രം ഇതിൻ്റെ പുറകിലുണ്ട് എന്ന് പറയപ്പെടുന്നു. അപ്പോൾ ഇപ്പോഴും ആ ഒരു ആചാരം അവിടെ തുടർന്ന് വരികയാണ്. എന്തെന്നാൽ നമുക്ക് കാണാം, ക്ഷേത്രത്തിൽ തന്നെയുള്ള ഒരാൾ അമ്പലത്തിന് പുറത്തേക്ക് പോയിട്ട് ഇലക്കൽ കോമ എന്ന് ഉറക്കെ വിളിച്ച് പറയും. അത് ആ ആളെ, അതായത് ഇല വെട്ടാൻ പോയ ആളെ വിളിക്കുന്നു എന്നൊരു വിശ്വാസത്തിന് പുറത്ത് അവർ ചെയ്യുന്നൊരു ആചാരമാണ്. ഇപ്പോഴും അത് നടന്നു വരുന്നു. അങ്ങനെ വിളിച്ചതിന് ശേഷം മാത്രമേ ക്ഷേത്രത്തിനുള്ളിലേക്ക് ഇല കൊണ്ടുവരികയും അതുപോലെ ക്ഷേത്രത്തിൽ വെച്ച് തന്നെ നമുക്ക് പ്രസാദൂട്ട് നടത്തുകയും ചെയ്യുള്ളൂ. നമ്മൾ ക്ഷേത്രത്തിനുള്ളിൽ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ പ്രസാദൂട്ട് കഴിക്കുന്നതും. അതൊരു പ്രത്യേക ഒരു ഫീലാണ്. നമ്മൾ ക്ഷേത്രത്തിനുള്ളിൽ വെച്ചിട്ട് പ്രസാദൂട്ട്, അതായത് ദേവിയുടെ നടക്കിലിരുന്ന് നമ്മൾ പ്രസാദൂട്ട് കഴിക്കുക എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഫീലുള്ളൊരു കാര്യം തന്നെയാണ്. ഈ ശ്രീപാർവതി ദേവി അന്നപൂർണേശ്വരിയായി മാറിയതിന് പിന്നിലൊരു കഥയുണ്ട്. അതെന്തെന്നാൽ, തൻ്റെ ഭിക്ഷാടന യോഗത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്ന മഹാദേവൻ ഭക്ഷണത്തിന് തീരെ വിലയില്ല എന്ന് പ്രഖ്യാപിച്ചു. അതായത് ഭക്ഷണമില്ലാതെയും തങ്ങൾക്ക് ജീവിക്കാൻ കഴിയും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ ഭക്ഷണത്തിൻ്റെ വില എന്തെന്ന് മഹാദേവന് കാണിച്ചു കൊടുക്കണം എന്ന് ശ്രീപാർവതി ദേവിയും തീരുമാനിച്ചു. അതിനുശേഷം ശ്രീപാർവതി ദേവി ലോകത്തിൽ നിന്ന് അപ്രത്യക്ഷമായി. അതോടെ ലോകത്തിലെ സകല ഭക്ഷണ സ്രോതസ്സുകളും അപ്രത്യക്ഷമായി. പിന്നീട് അധികം വൈകാതെ തന്നെ മഹാദേവന് ഭക്ഷണത്തിൻ്റെ വില എന്ത് എന്നും മനസ്സിലായി. ഭിക്ഷാടനത്തിന് ഇറങ്ങിയിട്ടും അദ്ദേഹത്തിന് ഭക്ഷണത്തിനായി ഒന്നും കിട്ടിയില്ല. ആളുകളെല്ലാം ദരിദ്രരായി മാറി. പിന്നീടാണ് അദ്ദേഹം അറിഞ്ഞത് കാശിയിൽ ദേവി പ്രത്യക്ഷപ്പെട്ടുവെന്നും ആളുകൾക്ക് ഒരുപാട് ഭക്ഷണങ്ങൾ കൊടുക്കുന്നുണ്ട് എന്നും. പിന്നീട് അദ്ദേഹം കാശിയിലേക്ക് പോവുകയും ഭിക്ഷാടകനായി പാത്രം നീട്ടി ഭക്ഷണത്തിനായി യാചിക്കേണ്ടി വരികയും ചെയ്തു. അങ്ങനെ അന്നപൂർണേശ്വരി ദേവിയിൽ നിന്ന് മഹാദേവൻ ഭക്ഷണം കഴിച്ചു. അതിനുശേഷം ഒരുപാട് സന്തോഷത്തോടു കൂടി പാർവതി ദേവിയെ, അതായത് അന്നപൂർണേശ്വരി ദേവിയെ അദ്ദേഹം വാരി പുണരുകയും അവരുടെ ശരീരങ്ങൾ യോജിച്ച് അങ്ങനെയാണ് മഹാദേവന് അർദ്ധനാരീശ്വരൻ എന്ന പേര് വരികയും ചെയ്തത് എന്നൊരു കഥയും ഇതിന് പിന്നിലുണ്ട്. അങ്ങനെ കാശിയിലെ അന്നപൂർണേശ്വരിയും 3 തോഴിമാരും അതുപോലെ ഒരുപാട് ഭക്തരുമായി തോണി തുഴഞ്ഞ് ഇവിടെ വരികയും ഇവിടെ ഉണ്ടായിരുന്ന ദാരിദ്ര്യം മാറ്റുകയും അങ്ങനെ ഇവിടെ പ്രതിഷ്ഠിച്ച് ഇവിടെ അന്നപൂർണേശ്വരി ക്ഷേത്രം ആവുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. അതുമാത്രമല്ല, തളിപ്പറമ്പ് ശ്രീ രാജരാജേശ്വര ക്ഷേത്രത്തിൽ നിന്ന് മഹാദേവൻ തൻ്റെ ഭാര്യയായ അന്നപൂർണേശ്വരിയെ സന്ദർശിക്കാനായി ദിവസവും രാത്രി അത്താഴപൂജയ്ക്ക് ശേഷം ചെറുകുന്നിലെത്തും എന്ന് ഒരു സങ്കല്പമുണ്ട്. അങ്ങനെ അന്നപൂർണേശ്വരി ദേവിയെ തൊഴുതു അവിടുത്തെ പ്രസാദൂട്ട് കഴിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്കുണ്ടായി. അതിനുശേഷം ആ ക്ഷേത്രത്തിന് മുന്നിൽ തന്നെയുള്ള ക്ഷേത്രക്കുളത്തിൽ കുറേ നേരം സമയം ചെലവഴിച്ചു. കുറേ പേര് അവിടെ ഇറങ്ങി കുളിക്കുകയും ചെയ്തു. അതിനുശേഷം നല്ല മഴയാറായപ്പോഴേക്കും ഞങ്ങൾ അവിടെ തിരിച്ചു. ഞങ്ങൾ പിന്നീട് നേരെ പോയത് ലോകനാർക്കാവിലേക്കാണ്.
കോഴിക്കോട് ജില്ലയിലെ വടകരയിലാണ് ലോകനാർക്കാവ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ ചുവർ ചിത്രങ്ങൾ വളരെ ഭംഗിയുള്ളതും പ്രശസ്തവുമാണ്. അതുപോലെ അവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ജഗദീശ്വരനും അതുപോലെ സാക്ഷാൽ ആദിപരാശക്തിയായ ദുർഗാ ഭഗവതിയുമാണ്. ഭദ്രകാളി ഭാവവും ദേവിയിൽ സങ്കല്പിക്കപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ പരമശിവനും മഹാവിഷ്ണുവിനും ഓരോ ക്ഷേത്രങ്ങൾ വീതം അടുത്തടുത്തായി തന്നെയുണ്ട്. പിന്നെ ലോകം, മല, ആറ്, കാവ് എന്നീ വാക്കുകൾ ചേർന്നാണ് ലോകനാർക്കാവ് എന്ന സ്ഥലം വന്നത് എന്നാണ് പറയപ്പെടുന്നത്. അതുമാത്രമല്ല, ഈ ക്ഷേത്രത്തിന് 1500 വർഷത്തിലേറെ പഴക്കമുണ്ട്. ഈ ക്ഷേത്രം അടുത്തടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്നതാണ്. അതായത് ഭഗവതിയുടെയും പരമശിവൻ്റെയും മഹാവിഷ്ണുവിൻ്റെയും ക്ഷേത്രങ്ങളെല്ലാം ഒരു കോമ്പൗണ്ടിനുള്ളിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ നമുക്ക് കാണുമ്പോഴേ അറിയാം വളരെ പഴക്കമേറിയിട്ടുള്ള ക്ഷേത്രങ്ങളാണ്. എന്നാൽ അതുപോലെ ഭംഗിയുള്ള ക്ഷേത്രവും കൂടിയാണ്. അതുമാത്രമല്ല, ഈ ലോകനാർക്കാവ് എന്ന ക്ഷേത്രത്തിലെ ഏറെ പ്രാധാന്യമുള്ളത് കളരി പഠിക്കുന്ന കുട്ടികൾക്കാണ്. കളരി അഭ്യസിക്കുന്ന കുട്ടികൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടാണ് അവർ അരങ്ങേറ്റം കുറിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. ഈ ക്ഷേത്രത്തിന് പിന്നിലെ ചരിത്രം എന്തെന്നാൽ, ഉത്തരേന്ത്യയിൽ നിന്ന് 500 നാഗരികർ, രത്നവ്യാപാരികളായ 500 നാഗരികർ അവരുടെ ഉപാസനമൂർത്തിയായ ഭഗവതിയുമായി കേരളത്തിൽ എത്തിച്ചേരുകയും പ്രദേശവാസികളുടെ എതിർപ്പ് മൂലം എങ്ങും അഭയം കണ്ടെത്താൻ സാധിക്കാതെ പോവുകയും ചെയ്തു. പിന്നീട് അവർ കൊടക്കാട്ട് മലയിലെത്തുകയും ഭഗവതി അവിടെ വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. ഭഗവതി പ്രത്യക്ഷപ്പെടുകയും അവരുടെ കൂട്ടത്തിലുള്ള കാരണവരോട് ഒരു അമ്പ് ചെയ്യാനും ആ അമ്പ് ചെന്ന് തറയ്ക്കുന്ന സ്ഥലത്ത് ഭഗവതി ഇരുന്നു കൊള്ളാമെന്നും പറഞ്ഞു. അങ്ങനെ അദ്ദേഹം അമ്പ് ചെയ്യുകയും ആ അമ്പ് ചെന്ന് തറച്ചത് ഒരു മരത്തിലാണെന്നാണ് പറയപ്പെടുന്നത്. ആ മരമാണ് ഇപ്പോൾ ക്ഷേത്രത്തിലെ ചൈതന്യമുള്ള മണിത്തൂണായി കരുതപ്പെടുന്നത് എന്നും പറയുന്നു. ദുർഗാദേവിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. അതുമാത്രമല്ല, തച്ചോളി ഉദയനൻ ദിവസേന വന്ന് ആരാധിച്ചിരുന്ന ഒരു ക്ഷേത്രമായി കണക്കാക്കപ്പെടുന്നതിനാൽ ഈ ക്ഷേത്രത്തിന് ചരിത്രപരമായ പ്രാധാന്യവുമുണ്ട്. അതുമാത്രമല്ല, കളരിപ്പയറ്റ് വിദ്യാർത്ഥികൾ എല്ലാവരും അരങ്ങേറ്റത്തിന് മുമ്പായി ഇവിടെ വന്ന് വണങ്ങുന്ന പതിവ് ഇന്നും നിലവിലുണ്ട്. കേരളത്തിലെ വടക്കൻ വീരഗാഥകളിൽ ലോകനാർക്കാവ് ക്ഷേത്രം ഇന്നും നിറഞ്ഞു നിൽക്കുന്നുണ്ട്. പാട്ടുപുര ഭഗവതിയുടെ സ്തുതിഗീതങ്ങൾ പാടാനുള്ള പാട്ടുപുര ഈ ക്ഷേത്രത്തിന് സമീപമായുണ്ട്. ഭഗവതി ആദ്യം പ്രത്യക്ഷപ്പെട്ടത് മഹാവിഷ്ണു ക്ഷേത്രത്തിന് നാലമ്പലത്തിനകത്ത് അകംതിണ്ണയിലാണ്. പാട്ടുപുരയിൽ ആണ് ഭഗവതിയുടെ ക്ഷേത്ര നിർമ്മാണം പൂർത്തിയാകുന്നത് വരെ കുടിയിരുത്തിയിരുന്നത്. ഇപ്പോഴും ഉത്സവത്തിന് ആറാട്ടിന് ശേഷം പാട്ടുപുരയിലേക്ക് ദേവിയുടെ എഴുന്നള്ളത്തുണ്ട്. അതുമാത്രമല്ല, വിഷ്ണുമായയായ ഭഗവതി തൻ്റെ സഹോദരനെ കാണുന്നതിനായിട്ട് വരുന്നു എന്ന ഒരു സങ്കല്പവും കൂടി ഇതിന് പിന്നിലുണ്ട്. അങ്ങനെ ലോകനാർക്കാവായിരുന്നു നമ്മുടെ ഏറ്റവും അവസാനത്തെ ക്ഷേത്ര സന്ദർശനം. അങ്ങനെ നമ്മൾ ആ ഒരു ക്ഷേത്രവും സന്ദർശിച്ച് അവിടെ നിന്ന് ഇറങ്ങി. നമ്മൾ പിറ്റേ ദിവസം ഒരു 3:30 അടുപ്പിച്ചാണ് നമ്മൾ തിരിച്ചില്ലത്തേക്ക് എത്തിയത്. വരുന്ന വഴി നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു. പിന്നെ വണ്ടിയിൽ പിന്നെ ഡാൻസും പാട്ടൊക്കെ ആയിട്ട് പോയ പോലെ തന്നെ നല്ല ജോളിയായിട്ടാണ് തിരിച്ചു വന്നതും. എല്ലാവരും ഡാൻസൊക്കെ കളിച്ച് എല്ലാവരും അടിപൊളിയായിട്ടായിരുന്നു ഈ ഒരു ട്രിപ്പ് അവസാനിച്ചത്. പിന്നെ നമുക്ക് വടകരയിൽ നിന്ന് എറണാകുളത്തേക്ക് അത്യാവശ്യം നല്ല ഡിസ്റ്റൻസ് ഉള്ളതുകൊണ്ട് തന്നെ പിറ്റേ ദിവസം ഒരു 3:30 വെളുപ്പിന് 3:30 അടുപ്പിച്ചാണ് നമ്മൾ ഇല്ലത്തേക്ക് തിരിച്ചെത്തിയത്. പിന്നെ ഈ ട്രിപ്പിനെ പറ്റി എന്താ പറയുക, ഭയങ്കര സന്തോഷമായിരുന്നു ഈ ഒരു ട്രിപ്പ് അവസാനിച്ചപ്പോൾ. നമുക്ക് എന്താ പറയുക, കൊട്ടിയൂർ പോലൊരു ക്ഷേത്രത്തിലൊക്കെ പോകാൻ ഭാഗ്യം കിട്ടുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര ഒരു കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. അതുപോലെ പെട്ടെന്ന് പ്ലാൻ ചെയ്ത് പോയൊരു ട്രിപ്പായിരുന്നു. അതുപോലെ പ്രധാനമായിട്ടും നന്ദി പറയേണ്ട ഒരു കാര്യമുണ്ട് ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തവർക്കായിട്ട്. വളരെ പ്ലാൻ ചെയ്തവർ എന്തായാലും ഈ വീഡിയോ കാണുന്നുണ്ടാവും. ഒരുപാട് താങ്ക്സ്. അതുപോലെ നമ്മളെ ട്രിപ്പിന് വിളിച്ചത് ഹരിക്കുട്ടൻ ചേട്ടനും ഭയങ്കര ഒരു താങ്ക്സ് പറയാനുണ്ട്. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഇങ്ങനൊരു ട്രിപ്പ് പോകും എന്നുള്ളത്. വളരെ പെട്ടെന്ന് തീരുമാനിച്ച് വേഗം പോയൊരു ട്രിപ്പാണ്. പക്ഷെ അത് അടിപൊളിയായിരുന്നു ആ ഒരു ട്രിപ്പ്. നമുക്ക് എല്ലാ ക്ഷേത്രങ്ങളിലും വളരെ നന്നായിട്ട് തൊഴുവാൻ പറ്റി. വലിയ തിരക്ക് കാര്യങ്ങളൊന്നും അനുഭവപ്പെട്ടില്ല. വളരെ നന്നായി തൊഴുത് സാവധാനം തൊഴുത് സമാധാനപരമായിട്ട് ഈ ഒരു ട്രിപ്പ് അവസാനിച്ചത്. വളരെ സൂപ്പറായിരുന്നു.
ഒന്നും ഇതിനെപ്പറ്റി എടുത്തു പറയാനായിട്ടൊന്നുമില്ല. വളരെ അടിപൊളിയായിട്ടാണ് ഈ ട്രിപ്പ് അവസാനിച്ചത്. ഒരുപാട് അനുഗ്രഹീതയായ ഒരു ഫീലായിരുന്നു എല്ലാ ക്ഷേത്രങ്ങളിലും പോയിട്ടും. അതും എല്ലാ ക്ഷേത്രങ്ങളും ഇപ്പോൾ ഈ പറയുന്ന പോലെ തന്നെ രാജരാജേശ്വര ക്ഷേത്രമായാലും അന്നപൂർണേശ്വരി ക്ഷേത്രമായാലും ഒരുപാട് പ്രശസ്തമായ ക്ഷേത്രങ്ങളാണ്. അതുപോലെ തന്നെ ഇപ്പോൾ പോയ എല്ലാ ക്ഷേത്രങ്ങളിലെ പ്രതിഷ്ഠയും വളരെ ശക്തിയുള്ളതാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ക്ഷേത്രങ്ങളിൽ നിന്നും നല്ല തിരക്കുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച് തന്നെയാണ് പോയത്. എന്നാൽ വലിയ കുഴപ്പമൊന്നുമില്ലാതെ വളരെ നന്നായിട്ട് നമുക്ക് തൊഴുതിട്ട് വരാൻ പറ്റി. അത് തന്നെ വലിയ അനുഗ്രഹമായിട്ട് കാണുന്നത്. അതുപോലെ നമ്മുടെ കൂടെ വന്ന എല്ലാവരോടും നമ്മളെ കൊണ്ടുപോയ എല്ലാവരോടും ഒരു വലിയ താങ്ക്സ് പറയാണ്. ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ചെറിയ ചെറിയ തെറ്റുകളും കാര്യങ്ങളും ഒക്കെ ഈ ഒരു വീഡിയോയിലും ഉണ്ടാകും. കാരണം എനിക്കിതിനെപ്പറ്റി കൃത്യമായിട്ടൊരു അറിവില്ല. ഞാനിങ്ങനെ ചോദിച്ചും അറിഞ്ഞുമുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇതിലും എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ നിങ്ങൾക്ക് തോന്നി, എന്തെങ്കിലും ഞാൻ പറഞ്ഞു പോയതിലെങ്കിലും മറന്നു പോയതായിട്ടുള്ള കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ള അറിവ് ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിനെ പറ്റിയിട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് കമൻറ്റ് ചെയ്യുക. ബാക്കിയുള്ളവർക്കും അതറിയാൻ സാധിക്കുന്നത് നല്ലതല്ലേ. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ നേരത്തെ വീഡിയോ ഇട്ട പോലെ തന്നെ ഈ ഒരു വീഡിയോയ്ക്കും അഭിപ്രായങ്ങൾ പറയാം. നല്ലതാണോ, എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ഉള്ളത് പറയാം. അതൊക്കെ എനിക്കൊരു പ്രചോദനമാവട്ടെ. അങ്ങനെ ഇന്നത്തെ ഈ ഒരു വീഡിയോ അവസാനിക്കുക. 2 ദിവസം പാർട്ട് 2 ഇടാനായിട്ട് അത്യാവശ്യം കുറച്ച് നന്നായിട്ട് വൈകി എന്ന് എനിക്കറിയാം. കുറച്ച് കാര്യങ്ങളൊക്കെ ആയത് കാരണമാണ് ഇത്തിരി വൈകിപ്പോയത്. അതിനും ക്ഷമ ചോദിക്കുന്നു. അപ്പോൾ ഇനിയും അടിപൊളി വീഡിയോ ഒക്കെ ആയിട്ട് ഇതുപോലെ നമ്മൾ ഏതെങ്കിലും ക്ഷേത്രങ്ങളൊക്കെ പോകുമ്പോൾ അതിൻ്റെ കാര്യങ്ങളും എല്ലാം അങ്ങനെ എൻ്റെ ലൈഫിൽ സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടാറ്റ.